ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളുടെ ജീവിതം അവൾ തന്നെ സ്വയം തിരഞ്ഞെടുത്തു. നാളെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ നാളെ അവിടെ വരും മോളെ. അല്ല, അമ്മ മാത്രമേ ഉള്ളൂ മോള് പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. രമേട, എന്താ അച്ഛാ ഇത്? സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ? ഞാൻ പെട്ടെന്ന് ഓർത്തില്ല മോളെ. അല്ല, ഞാൻ തന്നെ വിളിക്കാനിരിക്കായിരുന്നു. അമ്പലത്തിൽ മണിമാല വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അടുത്ത പൗർണമി ദിവസം തന്നെ അത് അവിടെ കൊണ്ടുവെക്കാം നമുക്ക്. അതാ അച്ഛാ നല്ലത്. നമ്മുടെ കയ്യിലതിരിക്കുന്നത് ഇപ്പൊ സേഫ് അല്ല. ചേച്ചി കൂടി ഇവിടെ ഇപ്പൊ ഉള്ള സ്ഥിതിക്ക് അത് അമ്പലത്തിൽ കൊണ്ടുവയ്ക്കുന്നത് തന്നെ നല്ലത്. അല്ല, തെരുവിനെ വിളിച്ച് ചോദിക്കാന്ന് വെച്ചാ എനിക്ക് പഴയ പോലെ അദ്ദേഹത്തെ വിശ്വാസമില്ല. ചിലപ്പോ കൂടെ നിന്ന് ചതിച്ചാലോ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം അച്ഛാ. ആരോടും ഒന്നും പറയാൻ പോണ്ട. എന്തെങ്കിലും വഴി കാണാം. മണിമാല കയ്യിലിരിക്കും തോറും ടെൻഷനാവും. മണിമാല ഉടൻ തന്നെ നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോയി വെക്കാം. കറി വെക്കാൻ എന്താ വേണ്ടേ? എന്തായാലും മതി. അപ്പൊ ഞാൻ തോട്ടത്തിൽ പോയി നോക്കിട്ട് വരാം. എങ്കിൽ ഞാൻ കൂടെ വരാം. ക്ഷീണമൊക്കെ മാറി. മണിമാലയുടെ കാര്യം ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചത് ഡ്രൈവർ പയ്യൻ കേട്ടിരിക്കുവോ? പ്ലാൻ എല്ലാം വർക്കൗട്ട് ആയ സ്ഥിതിക്ക് എന്താ നിന്റെ അടുത്ത പരിപാടി? രമാദേവി അവരെ അടിച്ചു മടക്കി ഒതുക്കി ഒരു മൂലയിൽ ഇരുത്തണം. എന്നിട്ട് അവരുടെ സിംഹാസനത്തിൽ എനിക്ക് കയറിയിരിക്കണം. അതത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആജ്ഞാപിക്കുകയും രമാദേവി അനുസരിക്കുകയും ചെയ്യുന്നൊരു ദിവസം. ആ ദിവസത്തിന് വേണ്ടിയാ ഇനി എന്റെ കാത്തിരിപ്പ്. നീ അവരെ നിസ്സാരമായി കാണണ്ട. ആളൊരു മുറ്റ. അത്ര വേഗം തോൽപ്പിക്കാനൊന്നും പറ്റില്ല മോളെ. വേണ്ട, അത്ര വേഗം തോൽക്കണ്ട. പതിയെ പതിയെ തോറ്റാ മതി. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട്. എന്നെ അടിച്ച ഓരോ അടിക്കും പകരം വീട്ടിയില്ലെങ്കിൽ എന്റെ പേര് ഐശ്വര്യലക്ഷ്മി എന്നല്ല. അവരുടെ മോന്റെ താലി എന്റെ കഴുത്തിലൊന്ന് വീണോട്ടെ. അതിപ്പോ വാശിക്ക് കിട്ടിയ ഈ താലിയല്ല, രമാദേവി തീരുമാനിച്ച മുഹൂർത്തത്തിൽ കെട്ടുന്ന താലി. ആ താലിച്ചരടില എന്റെ ജീവിതം തുടങ്ങുന്നതും രമാദേവിയുടെ ജീവിതത്തിന്റെ അധപ്പതനവും. കൂട്ടുകാരിയുടെ വർഷങ്ങളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമാവുമ്പോ നീയും ഉണ്ടാവണം അവിടെ. രമാദേവിയുടെ ചിരിക്കുന്ന മുഖം അവസാനായിട്ടൊന്ന് കാണാൻ. പിന്നെ അച്ഛാ, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നാളെയാ ചേച്ചിയും അർജുൻ സാറുമായുള്ള റിസപ്ഷൻ. ഇപ്പൊ തന്നെ ചേച്ചി ഒരു അടുപ്പവും കാണിക്കുന്നില്ല. ഇനി ഇതും കൂടി കഴിയുമ്പോ എന്താവും അവസ്ഥ എന്ന് അറിയില്ല. എന്റെ കാര്യം പോട്ടേന്ന് വെക്കാം, അമ്മയുടെ കാര്യവും എനിക്ക്. ഞാൻ പറഞ്ഞില്ല മോളെ, നിങ്ങൾ അവളുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. അവൾ ഇങ്ങോട്ട് പെരുമാറും പോലെ നിങ്ങൾ അങ്ങോട്ടും പെരുമാറണം. അവൾക്കില്ലാത്ത എന്ത് ബന്ധാ നിങ്ങൾക്ക്? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ മോള് പറ്റില്ല എന്ന് പറയരുത്. നാളെ റിസപ്ഷന്
അച്ഛന് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല. മുമ്പൊക്കെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് ചോദിച്ചാ അത് തുമ്പിമോളുടെ വിവാഹമായിരുന്നു. അച്ഛൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് അവൾക്ക് വേണ്ടിയാ. അവൾക്ക് നല്ലൊരു ജോലി, അവൾക്ക് നല്ലൊരു ജീവിതം. അങ്ങനെ ഒരു സാധാരണ അച്ഛൻ മക്കളെ കുറിച്ച് കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ഞാനും കണ്ടിരുന്നു. പക്ഷെ എന്തോ അവളുടെ ജീവിതം അവൾ തന്നെ സ്വയം തിരഞ്ഞെടുത്തു. നാളെ കഴിഞ്ഞാ പിന്നെ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ നാളെ ഇവിടെ വരും മോളെ. ആരും കാണാതെ വന്ന് ആരും അറിയാതെ തന്നെ തിരിച്ചു വന്നേക്കാം. അവിടെ ആർക്കും എന്നെ അറിയില്ലല്ലോ. അവളെ ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി അച്ഛന്. മോള് എതിരൊന്നും പറയരുത്. ഓയ് ചിന്നു, പോവാം നമുക്ക്. ദാസേട്ടാ, എല്ലാ കാര്യങ്ങളും ഞാൻ മോഹനേട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഓ, പിന്നെ നാളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അർജുൻ സാറിന്റെ കല്യാണ റിസപ്ഷനാ. അവർക്കൊന്നും വരാൻ സമയം കിട്ടത്തില്ല. ദാസേറിന് വേറെ വർക്കൊന്നും ഇല്ലെങ്കിൽ വീട് വരെ ഒന്ന് വാ. ആ, ചിന്നു, വാ. ആ. പോയിട്ട് വരാം. ഓയ്, എന്താ മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറ, ഞാനത് കേട്ടൊന്ന് ആസ്വദിക്കട്ടെ. എന്താ, ഒന്നും സ്റ്റോക്കില്ലേ? താൻ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെൻഷനാവുന്നേ? അന്ന് ആദ്യം കാറി കയറിയ നേരം മുതല് താൻ ദേ ഇപ്പൊ വരെ ഒരേ മുഖം, ടെൻഷൻ നിറഞ്ഞ മുഖം. എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞ ജീവിതാണല്ലേ. അതിന് മാത്രം എന്താ പ്രശ്നം? താൻ എന്റെ വായി നോക്കിയിരിക്കാതെ നേരെ നോക്കി വണ്ടി ഓടിക്കാവോ? ഇപ്പൊ ശരി. അല്ലെങ്കിൽ ടെൻഷന്റെ കാര്യം എന്താണെന്നറിയാതെ ഞാൻ ടെൻഷനായേനെ. 1,66,370 ടെൻഷനുണ്ട് എനിക്ക്. താൻ അത് മാറ്റി തരുവോ? ഇല്ലല്ലോ. അപ്പോ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കേ.